മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലെത്തിയ ദൃശ്യം 3 വൻ വരവേൽപ്പാണ്. ലോകത്താകമാനമുള്ള തിയേറ്ററുകളിൽ രാവിലെ 8 മണിക്കായിരുന്നു ആദ്യ ഷോ. കൊച്ചിയിൽ ആരാധകർക്കൊപ്പം സിനിമ കാണാൻ മോഹൻലാലും എത്തിയിരുന്നു. അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗം എത്തുന്നത്. അതും മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ. രാവിലെ 8 മണിക്ക് ആരാധകർക്കൊപ്പം സിനിമ കാണാൻ പതിവില്ലാതെ ഇത്തവണ മോഹൻലാലും എത്തി. പ്രതീക്ഷയിലല്ലേ ജീവിതം. മീന, എസ്തർ, അനിൽ തുടങ്ങിയ താരങ്ങളും അണിയറ പ്രവർത്തകരും സിനിമ കാണാൻ കവിത തിയേറ്ററിൽ എത്തിയിരുന്നു. സ്ഥിരം ജിത്തു ജോസഫ് സിനിമകൾ പോലെ തന്നെ ആദ്യ ഭാഗം പതുക്കെ മുന്നോട്ടു പോയി. ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിൽ ആർപ്പുവിളികളുടെ പൂരം. ഒരു സൂപ്പർ ഹിറ്റ് കിട്ടിയ സന്തോഷത്തിനിടെ ഇരട്ടി മധുരം നൽകി മോഹൻലാൽ പിറന്നാൾ കേക്ക് മുറിച്ചു. തന്റെ സിനിമ ആദ്യമായി പിറന്നാൾ ദിനത്തിൽ റിലീസായതിന്റെ സന്തോഷം മോഹൻലാലിനും. അതിമനോഹരമായ ഒരു ബർത്ത്ഡേ. സിനിമ കണ്ടിറങ്ങിയവർക്കും മികച്ച അഭിപ്രായം. ഫസ്റ്റ് ഹാഫ് പോയിട്ട് സെക്കൻഡ് ഹാഫ് ഇങ്ങനെ കത്തിക്കുന്ന ഒരു ശൈലി, ആ രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷ തെറ്റിയില്ല. ഇപ്പോഴും അടിപൊളി ട്വിസ്റ്റ് തന്നെയാണ്. ക്ലൈമാക്സ് രക്ഷയില്ല. പടം വേറെ ലെവല് പടം. തൂക്കി. ദൃശ്യം 1 2 ഒന്നുമല്ല, ഗംഭീര പടം. ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. 29 കോടി രൂപയുടെ പ്രീ റിലീസ് ബുക്കിംഗ് ആണ് സിനിമ നേടിയത്. പഴകുന്തോറും വീര്യം കൂടുകയാണ് ദൃശ്യത്തിന്. ഇനി 4ാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറാമാൻ അഫ്സൽ രാജിനൊപ്പം സൈഫുന്നിസാലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.